കോൺഗ്രസിന് ഇപ്പോൾ വലിയ തലവേദനയായി നിൽക്കുന്ന നേതാവ് ശശി തരൂരാണ്. അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകൾ താഴെത്തട്ടിലുള്ള പ്രവർത്തകരുടെ ആത്മവിശ്വാസത്തെയും ആത്മവീര്യത്തെയും തകർത്തിട്ടുണ്ട് എന്ന വാദം കോൺഗ്രസിലെ ചില പ്രധാന നേതാക്കന്മാരും ഉന്നയിക്കുന്നുണ്ട്. കോൺഗ്രസിൻ്റെ വോട്ടുകൾക്ക് അദ്ദേഹം വലിയ പ്രാധാന്യം നൽകുന്നില്ല എന്ന വാദവും കോൺഗ്രസിലെ പ്രധാന നേതാക്കന്മാർ ഉയർത്തുമ്പോൾ വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും ശശി തരൂരിൻ്റെ ചില പ്രസ്താവനകൾ താഴെത്തട്ടിലുള്ള പ്രവർത്തകരുടെ വിജയപ്രതീക്ഷയ്ക്ക് മങ്ങലുണ്ടാക്കിയിട്ടുണ്ട് എന്ന ചില വാദങ്ങൾക്കാണ് ബലം ഏറുന്നത്. കോൺഗ്രസ് നേതൃത്വവുമായി ഇടഞ്ഞു നിൽക്കുന്ന ശശി തരൂരിന് ലോക്സഭയിലെ കോൺഗ്രസിന്റെ ഉപനേതാവ് സ്ഥാനം നൽകാൻ ഹൈക്കമാൻഡ് തയ്യാറാകുമോ എന്ന സംശയവുമായി നേതാക്കളും രംഗത്തെത്തിയിട്ടുണ്ട്. നിലവിലെ ഉപനേതാവ് ഗൗരവ് ഗൊഗോയി ആസാമിലെ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റാവുന്ന സാഹചര്യത്തിലാണ് ഈ കാര്യങ്ങൾ കുറച്ചുകൂടി തെളിയുന്നത്. കേരളത്തിലെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകാൻ മോഹിക്കുന്ന തരൂർ ഈ വാഗ്ദാനം സ്വീകരിച്ച മെരുങ്ങുമോ എന്ന് വ്യക്തമല്ല എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. കൊടുക്കാൻ ഹൈക്കമാൻഡ് തയ്യാറാകുമോ എന്നതിലും വ്യക്തതയില്ല എന്നതും പ്രധാനമാണ്. അതിനിടെ സംസ്ഥാന കോൺഗ്രസിൽ ശുദ്ധികലശം നടത്തുവാനുള്ള നിർണായക യോഗം ഡൽഹിയിൽ നടക്കുകയാണ്. തരൂരിൻ്റെ പദവിയും KPCC പ്രസിഡന്റ് മാറ്റവും പ്രധാന ചർച്ചയാകും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. 10 DCC പ്രസിഡന്റുമാരെയും മാറ്റിയേക്കും. തെരഞ്ഞെടുപ്പിന് മുൻപ് സംസ്ഥാന നേതൃത്വത്തിൽ അപ്പാടെ മാറ്റം വേണമെന്ന് തെരഞ്ഞെടുപ്പ് ടാസ്ക് ഫോഴ്സ് അംഗം സുനിൽ കനഗോലു റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മുൻ KPCC അധ്യക്ഷന്മാർ, വർക്കിംഗ് കമ്മിറ്റി അംഗങ്ങൾ, KPCC അധ്യക്ഷൻ, പ്രതിപക്ഷ നേതാവ്, MPമാർ എന്നിവരെയാണ് യോഗത്തിലേക്ക് ക്ഷണിച്ചിട്ടുള്ളത്. ഇവരുടെ എല്ലാം അഭിപ്രായം തേടിയ ശേഷമായിരിക്കും അന്തിമ തീരുമാനമെടുക്കുക. കേരളത്തിലെ സാമുദായിക സമവാക്യങ്ങളെല്ലാം പാലിച്ച് പുതിയ അധ്യക്ഷനെ തിരഞ്ഞെടുക്കുന്നത് ഹൈക്കമാൻഡിന് ശ്രമകരമായിരിക്കും. ഉമ്മൻചാണ്ടിയുടെ നിര്യാണം സൃഷ്ടിച്ച വലിയ വിടവ് ഇതുവരെ നികത്താനായിട്ടില്ല. ക്രിസ്ത്യൻ വിഭാഗങ്ങൾക്ക് അർഹമായ പ്രാതിനിധ്യമോ പദവിയോ പാർട്ടിയിൽ ഇല്ലെന്നത് ഗുരുതര പ്രശ്നമായി അവശേഷിക്കുന്നു. നിയമസഭാ തദ്ദേശ തെരഞ്ഞെടുപ്പുകൾ അടുത്തിരിക്കെ ക്രൈസ്തവ വോട്ടുകളുടെ ഏകീകരണത്തിന് പാർട്ടിയെ നയിക്കാൻ ക്രൈസ്തവ വിഭാഗത്തിൽ നിന്നൊരാൾ വേണമെന്ന വിലയിരുത്തലുമുണ്ട്. റോജി എം ജോൺ പോലെയുള്ള പേരുകളാണ് പരിഗണനയിൽ ഉള്ളത്. ബെന്നി ബെഹനാനും ആൻഡ്രോ ആന്റണിയുമൊക്കെ ഈ പദവിക്കായി രംഗത്തുണ്ടെങ്കിലും അത് വെളുക്കാൻ തേച്ചത് പാണ്ടായതുപോലെ ആകുമോ എന്നാണ് ആശങ്കയുള്ളത്. മറുഭാഗത്ത് ഏറ്റവും പ്രബല സമുദായമായ ഈഴവ സമുദായത്തെ കോൺഗ്രസ് അവഗണിക്കുന്നുവെന്ന പരാതിയുമായി SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനും രംഗത്തുണ്ട്. കേരളത്തിലെ ഏറ്റവും അംഗസംഖ്യയുള്ള സമുദായമാണ് ഈഴവ സമുദായം. എന്നാൽ ഏറ്റവും വലിയ സമുദായമായ ഈഴവ സമുദായത്തിനുള്ളത് ഒരു നിയമസഭാ അംഗം മാത്രം. ലോക്സഭയിൽ 2, മറ്റുള്ളവർ ജയിച്ചു വരുന്നില്ല. വെള്ളാപ്പള്ളി ഉൾപ്പെടെ ഉള്ളവരുടെ പിന്തുണ അവർക്ക് പോലും കിട്ടുന്നുമില്ല. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ കണക്ക് കണ്ടില്ലെന്ന് നടിക്കാനാവില്ല. ഇത് പരിഗണിക്കപ്പെട്ടാൽ സംഘടനാ രംഗത്തും ഭരണരംഗത്തും ഒരുപോലെ പ്രാവീണ്യമുള്ള അടൂർ പ്രകാശിന് സാധ്യത ഏറുകയും ചെയ്യും. റെയിൽവേയുമായി ബന്ധപ്പെട്ട പാർലമെന്ററി സമിതി യോഗത്തിൽ പങ്കെടുക്കാനെത്തിയ അടൂർ പ്രകാശ് ഡൽഹിയിലുണ്ട്. ദളിത് വിഭാഗത്തിന് പ്രസിഡന്റ് പദവി നൽകണമെന്ന് തീരുമാനിച്ചാൽ KPCC വർക്കിംഗ് പ്രസിഡന്റ് കൊടിക്കുന്നിലിന് നെറുക്കുവീഴാം. തരൂരിനെ അനുനയിപ്പിക്കുവാനുള്ള ശ്രമങ്ങൾ പല വഴിക്ക് നടക്കുന്നുമുണ്ട്. ജനങ്ങൾക്ക് തന്നെ വേണമെന്നാണ് കരുതുന്നതെന്നും പാർട്ടി അത് മനസ്സിലാക്കുന്നില്ലെങ്കിൽ മറ്റു വഴികൾ തേടുമെന്നും തരൂർ വ്യക്തമാക്കിയിട്ടുമുണ്ട്. പാർട്ടിക്ക് അത് വേണ്ടെങ്കിൽ ഞാൻ എൻ്റെ വഴിക്ക് പോകും എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ വാദം. ലോകമെമ്പാടും നിന്ന് ക്ഷണമുണ്ടെങ്കിലും രാഷ്ട്രീയവും പാർലമെൻറ്റും കാരണം അതിൽ പലതിലും പങ്കെടുക്കാൻ കഴിയുന്നില്ല. ഐക്യരാഷ്ട്രസഭയിൽ നിന്ന് വിട്ട ശേഷം നല്ല വരുമാനത്തിൽ അമേരിക്കയിൽ സുഖമായി ജീവിച്ചിരുന്നതാണ്. ഈ രാജ്യത്തെ സേവിക്കാനാണ് UN-ൽ നിന്ന് തിരിച്ചു വന്നത്. ആദ്യ തിരഞ്ഞെടുപ്പിൽ പാർട്ടിക്ക് എന്നെ കൊണ്ട് വലിയ ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ മറിച്ചായിരുന്നു. 2026-ൽ പാർട്ടി എന്താണ് ആഗ്രഹിക്കുന്നതെന്ന് നോക്കാം. ഭാവി പറയാൻ ഞാൻ ജ്യോതിഷനല്ല. തിരുവനന്തപുരത്തെ വോട്ടർമാർ തിരഞ്ഞെടുത്തതിനാൽ പാർലമെന്ററിയനായി പ്രവർത്തിക്കുന്നു. BJPയിലേക്ക് പോകാൻ പദ്ധതിയേയില്ല. കോൺഗ്രസിലെ സ്വതന്ത്ര നിലപാടുകാരനായതിനാൽ രാഷ്ട്രീയത്തിന് അതീതമായി സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുമുണ്ട്. അതിൽ വിമർശനവും എതിർപ്പും ഉണ്ടാകും. പാർട്ടിയിൽ ജനാധിപത്യമുണ്ടെന്ന് അറിയിക്കാനാണ് അധ്യക്ഷ സ്ഥാനത്തേക്ക് മത്സരിച്ചത്. കേരളത്തിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഒരു നിലപാട് എടുത്തിട്ടില്ല. പാർട്ടിയുടെയും ജനങ്ങളുടെയും ആവശ്യങ്ങൾ പരിഗണിക്കേണ്ടതുണ്ട്. തിരുവനന്തപുരത്ത് തനിക്ക് പാർട്ടിക്ക് അതീതമായി വോട്ട് ലഭിച്ചിട്ടുണ്ട്. എൻ്റെ സംസാരവും പെരുമാറ്റവും ആളുകൾക്ക് ഇഷ്ടമാണ്. കോൺഗ്രസ് പാർട്ടിയെ ഇഷ്ടമില്ലാത്തവരും വോട്ട് ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ ഞാൻ ജയിക്കില്ലായിരുന്നു. ദേശീയ തലത്തിലും കേരളത്തിലും പരമ്പരാഗത വോട്ടുകൾ കൊണ്ട് മാത്രം കോൺഗ്രസിന് ജയിക്കാനാകില്ല. 10 വർഷമായി പിന്തുണയ്ക്കാത്തവരുടെ വോട്ടുകൾ തേടണം. പരമ്പരാഗത വോട്ടുകളെ മാത്രം ആശ്രയിച്ചാൽ കോൺഗ്രസ് കേരളത്തിൽ പ്രതിപക്ഷത്ത് തന്നെ തുടരുകയും ചെയ്യും. തരൂർ നയം വ്യക്തമാക്കിയത് ഇങ്ങനെയൊക്കെയായിരുന്നു.
CPM-ലേക്ക് പോകുമെന്ന അഭ്യൂഹത്തിനിടെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളെ അതിരൂക്ഷമായി തരൂർ വിമർശിച്ചിട്ടുമുണ്ട്. പുതിയവയെ എതിർക്കുന്ന കാലഹരണപ്പെട്ട പ്രത്യയശാസ്ത്രമാണ് കമ്മ്യൂണിസ്റ്റുകാരുടേത്. 10-15 വർഷം എതിർക്കുന്നവയെ പിന്നീട് സ്വീകരിക്കും. കമ്പ്യൂട്ടറുകൾ വന്നപ്പോൾ അടിച്ചു തകർത്തു. മൊബൈൽ ഫോണുകൾ വന്നപ്പോൾ മുതലാളിത്ത കളിപ്പാട്ടമാണെന്നും ഉപയോഗിക്കരുതെന്നും അവർ പറഞ്ഞു. ഇന്ന് കമ്മ്യൂണിസ്റ്റ് ഓഫീസുകളിൽ കമ്പ്യൂട്ടറുകൾ കാണാം. സ്വകാര്യ സർവകലാശാലകൾ എതിർത്തിട്ടിപ്പോൾ കേരളത്തിന് നല്ലതാണെന്ന് പറയുന്നു. ഇപ്പോൾ എതിർക്കുന്ന വിദേശ സർവകലാശാലകൾക്ക് വേണ്ടിയും അവർ വാദിക്കുമെന്ന് ഉറപ്പാണ്. സംസ്ഥാന കോൺഗ്രസിലെ പടലപ്പിണക്കത്തിൽ ലീഗ് അടക്കമുള്ള ഘടകകക്ഷികൾ അസംതൃപ്തി രേഖപ്പെടുത്തിയതോടെ തരൂർ സുധാകരൻ വിഷയങ്ങളിൽ ഉടനടി തീരുമാനമെടുക്കുവാൻ ഹൈക്കമാൻഡിന് മേൽ സമ്മർദ്ദം ഏറുകയാണ്.